നമുക്ക് പോണ്ടേ? ഞാൻ രാവിലെ അപ്പച്ചനോടും അമ്മച്ചിയോടും ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കാര്യം അവതരിപ്പിച്ചു. എന്ത് പറഞ്ഞു? അപ്പച്ചന് വലിയ കുഴപ്പമില്ല, അമ്മച്ചിക്കാണ് പ്രശ്നം. അമ്മച്ചിക്ക് എന്താ പ്രശ്നം? മറ്റൊന്നുമല്ല, വെള്ളാടി ഇത്തിരി ഓവറല്ലേ എന്നൊരു സംശയം. എനിക്കല്ല, അമ്മച്ചിക്ക്. പറയേ അമ്മച്ചി, എന്റെ ഒരു അവസ്ഥ അമ്മച്ചി മനസ്സിലാക്കണം. ഞാനൊരു പാവ അമ്മച്ചി. പിന്നെ ഇച്ചിരി വെള്ളം അടിക്കും, ഇച്ചിരി എന്നല്ല, സാമാന്യം ഭേദമായിട്ട് കഴിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, അമ്മച്ചിയുടെ ഈ മകളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്ന അന്ന് മുതൽ ഞാൻ വെള്ളമടി നിർത്തത്തില്ല. ഇല്ലടുത്ത് ഞങ്ങളിന്ന് വെളിയിലെ ഭക്ഷണം. നുണക്കുഴിക്കവിളിൽ ശ്രദ്ധിക്കട്ടെ. അതിനെന്താ? എന്തിനായിരിക്കണം? നമ്മുടെ ബൈക്ക്, നമ്മുടെ റോഡ്, നമ്മുടെ നമ്മൾ പാടുന്നു. ഇത് ബാറല്ലേ? അതെ. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇതിനാണ് റെസ്റ്റോറന്റിൽ പോവാന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. റെസ്റ്റോറന്റിനേക്കാൾ സുഖം എവിടാ മോളെ? നമുക്ക് സ്വയമായിട്ട് സംസാരിക്കാം. എനിക്ക് 2 സ്മോൾ അടിക്കാം. വളരെ ക്വയറ്റല്ലേ ഇവിടെ? അതെ അതെ, സണ്ണിച്ചന്റെ താളത്തിനൊക്കെ തുള്ളുന്നുണ്ടല്ലേ? എന്താ ഇത്? എന്നാ വേണ്ടപ്പാ? വേണ്ട, കഴിച്ചോളൂ. 2 ലാർജ് വിസ്കി. നിനക്ക് ഓറഞ്ച് ജ്യൂസ് പോരെ? ഒരു ഓറഞ്ച് ജ്യൂസ്. സാറേ, ഐ എം സോറി. സാരമില്ല, സണ്ണിച്ചന്റെ ഇഷ്ടമല്ലേ? നോക്ക്, ഈ പ്രേമിക്കുന്നതിന് 2 രീതികളുണ്ട്. ഒന്ന്, എന്താ പറയാ, ഈ പൂക്കളും കാറ്റും പോലെ, ഗാനവും സംഗീതവും പോലെ, വളരെ റൊമാൻറ്റിക് ആയിട്ട്. നമുക്കൊരു വീട് വേണ്ടേ? ബ്ലൂ നിറമുള്ള കൊച്ചു വീട്. അവിടെ ഫേർണിച്ചർ ഒന്നും വേണ്ട കേട്ടോ. അതെന്താ? ഫേർണിച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണാൻ വരും, നമ്മളെ ബോറടിക്കും. നമുക്ക് അതിനൊന്നും സമയമില്ലല്ലോ. പിന്നെ നമ്മുടെ മുറിയില് എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും വേണം. പിന്നെ ഒരു കാര്യം വേണം, 3 കുരങ്ങന്മാര്. 3 കുരങ്ങന്മാർ? അത് വേണോ? ആ, നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോ ആരെങ്കിലും കണ്ടൊന്ന് കാണിക്കണ്ടേ? വീടിന് പേരിട്ടു? പേരൊക്കെ എന്നെ ഇട്ടു. പാരഡൈസ്, സ്വർഗം. ആ, വീടിനൊരു പോർട്ടിക്കോ വേണം. നമ്മുടെ 3 സീറ്റർ കാർ ഇടാൻ. 3 സീറ്റർ കാർ? 2 സീറ്റർ പോരെ? അപ്പൊ നമ്മുടെ മോനോ? അതൊരു രീതി. ഇത് എന്റെ രീതി, എന്റേത് മാത്രമായ രീതി. സകല തൊട്ടിത്തരങ്ങളുമായി പ്രേമിക്കുക. കാമുകന് ചാർമിനാർ സിഗരറ്റിന്റെ ഗന്ധമാണല്ലേ. ബാറിലിരുന്ന് കൊച്ചു വർത്താനം പറയുന്നതാണ് അനിഷ്ടം. ഇതെല്ലാം സഹിക്കുന്ന പരിശുദ്ധയായ പെൺകുട്ടിയെ അവൻ പരസ്യമായി കെട്ടിപ്പിടിക്കും. ചുരുക്കത്തിൽ ഒട്ടും റൊമാൻറ്റിക് അല്ല. അച്ഛൻ സമ്മതിക്കുന്നുണ്ടല്ലേ? സമ്മതിച്ചില്ലേലും ചെയ്യും. എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും എന്റെ ഔട്ട്ലുക്ക് എന്റേത് മാത്രമാണ്. താര എല്ലാ റിലേറ്റീവ്സും എതിരാ. ഞാനൊരു സിനിമ ഡയലോഗ് പറഞ്ഞോട്ടെ. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താര എന്ന സുന്ദരിയെ സണ്ണി എന്ന ഈ പോക്കിരി കെട്ടിയിരിക്കും. ഒരുപാട് ഓടിത്തളർന്ന് വിയർത്ത് കുളിച്ചു വന്നിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഒരു അത്ലറ്റ് മാത്രം അനുഭവിക്കുന്ന സുഖം. ആ സുഖമാണ് നീ. യെസ് താര. ഇത്തവണ ഞാൻ പൊങ്ങി. റിസൾട്ട് അറിഞ്ഞോ? അമ്മേ, റിസൾട്ട് അറിഞ്ഞു. എനിക്ക് തന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇപ്പം പാസ്സായി. അതല്ലേ ആദ്യം പറയേണ്ടത്. കൈ ഉടലെയാ. ഏതായാലും 3 പേരും പാസ്സായല്ലോ.
ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ മാത്രം പോരമ്മേ. അയ്യോ ഒന്നുമില്ലല്ലോ മോനെ, ദോശ ഇട്ട് തരട്ടെ. അമ്മമ്മയുടെ പാട് നോക്കിയേ, ഞങ്ങളിപ്പോ മൂക്കറ്റം കഴിച്ചേ ഉള്ളൂ. എവിടെ പോകുന്നതാ ഇതെല്ലാം കൂടെ? സണ്ണി, നമ്മുടെ പാട്ടിന് തുടക്കം എങ്ങനെയാ? പറ. ഏത് പാട്ടാളിയാ? ഏത് പാട്ട്? വർണ്ണമേഘങ്ങളുയലാടുന്ന വാസരാന്ത സമീരനിൽ ലല്ലലാല ലല്ലലേലേ വന്നു ഞാൻ, ദേവി വന്നു ഞാൻ, ലല്ലലാലി വന്നു ഞാൻ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പഴയ ഹിന്ദി പാട്ട്. എവിടെ കേട്ടിട്ടുണ്ട്? ഫൗജി ബായി പാടി കേട്ടിട്ടുണ്ട്. ഹം കിസി സേ കം നഹി, ഹം കിസി സേ കം നഹി. വീക്ക് വെച്ചോണ്ടല്ലോ, ഇത് ചൂടാണ്ടോ ഇരിക്കണം. ഞാൻ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും പറയും. ആരും പറയണ്ട. ഇത് ഞാൻ ട്യൂൺ ചെയ്ത പാട്ടാ. സംഗീതത്തിന്റെ മേഖലയിലൊന്നും കയറി സാർ കൈവയ്ക്കണ്ട. സാറിനൊരു മേഖല ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. സംഗീത സംവിധായകനും ഗായകനുമാകാൻ സ്വന്തമായിട്ട് മാത്രം വിചാരിച്ചാൽ പോരാ, ഞങ്ങൾ ശ്രോതാക്കളും കൂടെ വിചാരിക്കണം. ഈ ഞങ്ങൾ ശ്രോതാക്കൾ ആരാണ്? സപ്തസ്വരത്തിൽ അധിഷ്ഠിതമായ സംഗീത അപഗ്രഹണം നടത്തി നല്ലതിനെ പാടെ കളയുകയും സ്വീകരിക്കുകയും ഇതുപോലുള്ള അനുകരണങ്ങളെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരായ സംഗീത ആസ്വാദകർ കേൾവിക്കാണ്. അതാ പറഞ്ഞത്, ചുമ്മാ കേട്ടോണ്ടിരുന്നാ മതി ചിലമ്പാട്ട്. എന്താ അവിടെ? അമ്മേ, നന്ദനെ ഇന്നൊന്ന് വിട്ടു തരണം. ഇങ്ങോട്ട്. ഇന്ന് താരയുടെ വീട്ടിലെ ഊണ്. ഇവനെ കൊണ്ടുചെല്ലാന്ന് ഏറ്റിട്ടുണ്ട്. നീ പോയി എളുപ്പം ഡ്രസ് മാറിട്ടോ. അണ്ണനൊന്ന് പാട്. നിന്റെ ഫൗജി ബായുടെ പോയി കേട്ടാ മതി, എന്റെ അത് കേക്കണ്ട. വിനോദേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോട്ട് വാ. അതായത് നമുക്ക് ഷാപ്പിൽ നിന്ന് വായിക്കാം. ബെസ്റ്റ് തോലിക്കറിയും കപ്പയും കിട്ടും. നീ പോയി വാങ്ങിച്ചോട്ടോ. അപ്പൊ നിങ്ങളാരും വരുന്നില്ലേ? ഞങ്ങള് ഷാപ്പിൽ കയറുന്ന ആരെങ്കിലും കണ്ട? ആഹാ, എന്നെ കണ്ടോട്ടോ. അല്ലെ, മനസ്സിലായില്ല. എന്റെ അണ്ണാ, പോയി വാങ്ങിച്ചോട്ടോ. ഇതൊക്കെയാണെങ്കിലും പാസ്സായപ്പം വല്ലാത്തൊരു റിലീഫ് അല്ലേ അളിയാ? ഇനിയോ? ഇനി ഒരു ജോലി സംഘടിപ്പിക്കണ്ടേ? എന്നെക്കാളും നിനക്കായിപ്പോ ജോലിയുടെ ആവശ്യം. എന്റെയും താരയുടെയും കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് കൺഫേംഡ്. നിന്റെയും ദേവിയുടെയും കാര്യം അതുപോലല്ല. ഞാൻ കേട്ടെടുത്തോളം ദേവിയുടെ അച്ഛൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. എന്നാലും അറിയിച്ചല്ലേ പറ്റൂ. അതൊരു ജോലി കിട്ടിയിട്ടാവുമ്പോ. മറ്റതില്ല. മറ്റതില്ല. എന്തോന്ന്? കപ്പയും മീനും. എന്തോന്ന്? കപ്പയും മീനും. നീ അടിച്ചാ? പിന്നല്ലാതെ. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ അവിടെ ഇരുന്നവരെല്ലാം എന്നെ വിനോദേ വിനോദേ എന്ന് വിളിക്കുന്ന പോലെ തോന്നി. എനിക്കാണെങ്കിൽ ഒരു സഭാകമ്പം. സഭാകമ്പം. അപ്പൊ ഞാൻ 2 പൊടി വാങ്ങിച്ചടിച്ചു. എന്നിട്ട് സഭാകമ്പം മാറിയാ? മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ വരുന്നില്ല. അവനെ നടക്കിരുത്തിയാ മതി. കേറിക്കോ. നീ ആരടുത്ത് ചോദിച്ചോണ്ടോ അടിച്ച്? എന്നോട് തന്നെ ചോദിച്ചോണ്ട് അടിച്ചു. റിസൾട്ട് അറിഞ്ഞോ? ഇവിടെ രാവിലെ അറിഞ്ഞു മോനെ. ഇത്രയും നേരം കാത്തിരുന്നിട്ട് പിണങ്ങിയിരിക്കുക ഒരാള്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ് മേനൻ. പിണങ്ങരുത് ദേവി. ഉച്ചയ്ക്ക് സണ്ണി ഒന്ന് വിളിച്ചോണ്ട് പോയി. എനിക്കൊന്നും കേൾക്കണ്ടോ. നാളെ ഇത് കൊടുത്തോണ്ട് നമുക്ക് അമ്പലത്തിൽ പോണം. മോളെ റിസൾട്ട് അറിഞ്ഞു. അത് പറയാൻ വന്നതാ. ദേവി എവിടെ? മോളിലുണ്ട്.
അച്ഛന് ഇഷ്ടമായാലും തോന്നുന്നു. ഞാൻ പറഞ്ഞോളാം. 2 പുഷ്പാഞ്ജലി, ദേവി മകം, നന്ദൻ അവിട്ടം എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ കഴിക്കണം. ശരി. കൺഗ്രാറ്റുലേഷൻസ് നന്ദൻ. താങ്ക് യു സർ. ക്ലാസ് ഉണ്ടെന്ന് അവൾ പറഞ്ഞറിഞ്ഞു. 2 ആളുകൾ വന്നുള്ളൂ. അല്ല, അമ്മയുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നന്ദൻ അറിയില്ലേ? പിന്നെ ഈ കൂടുതൽ അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളമായി തന്നെ നടക്കട്ടെ. വരട്ടെ. എന്നാ ചെന്നാട്ടെ. വരട്ടെ. ഇനിയിപ്പോ എന്തെങ്കിലും പുതിയ ബിസിനസ് ഒക്കെ നോക്കണേ. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ടാക്സിന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഗുഡ് ഈവനിങ് ടു ഓൾ. ഹലോ മേനോൻ. ഉത്തരവാദിത്വങ്ങൾ ഓരോന്നായി തീർത്തു വരികയല്ലേ? ഞാൻ ഇന്ന് രാവിലെ മിസ്സസിനെ മോളെയും കണ്ടിരുന്നു, അമ്പലത്തിൽ വെച്ച്. നമ്മുടെ നന്ദനും ഉണ്ടായിരുന്നു. കൊള്ളാം, നന്ദൻ നല്ല പയ്യനാ, ദേവിക്ക് ചേരും. അതെ 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 അതെ. ഇതൊക്കെ ആര് പറഞ്ഞു? അവൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? അല്ല, വീട്ടിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. മേനോന്റെ മിസ്സസ് പറഞ്ഞെന്നാ അവള് പറഞ്ഞത്. മോളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചോ? അല്ല, ക്ലബിൽ എല്ലാവരും പറഞ്ഞു. ഞാൻ അച്ഛനല്ലേ, അറിഞ്ഞിരിക്കാമെന്ന് ചോദിച്ചതാ. നന്ദന്റെ കാര്യം ആലോചിച്ചാൽ കൊള്ളാന്നുണ്ട്. നല്ല പയ്യനാ, ഇവിടത്തേക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ട് പോരെ ഈ വീട്ടിൽ വെച്ചിട്ട് സൽക്കരിക്കലും അമ്പലത്തിൽ പോക്കുമൊക്കെ? ഇതെന്റെ അഭിപ്രായമായിട്ട് നീ കാണരുത്. ചന്ദ്രു നേരിട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം നിന്നെ അറിയിച്ചതേ ഉള്ളൂ. ചന്ദ്രന് നേരിട്ട് പറഞ്ഞാൽ എന്താ? സണ്ണി ഇതിലിടപെടേണ്ട ആവശ്യമില്ല. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്റെ പേരിലും തെറ്റുണ്ട്. നീ 24 മണിക്കൂർ ആ വീട്ടിൽ പോയി കുത്തിയിരിക്കുന്ന പരമ ബോറ. നീ അവരോടൊന്നും സംസാരിക്കാറില്ല. അമ്മയും ദേവി മാത്രമല്ല ആ വീട്ടിലുള്ളത്. എനിക്ക് അവനോടൊന്നും സംസാരിക്കാനില്ലെങ്കിലോ? അതെന്താ സംസാരിക്കാനില്ലാത്തത്? അവനല്ലേ നിന്നെ അവിടെ കൊണ്ടുപോയത്? അവന്റെ വീടല്ലേ? ഇപ്പോഴല്ലേ ഈ അടുക്കള ബന്ധമൊക്കെ ഉണ്ടായത്? നാട്ടുകാരുടെ മുമ്പിലും ബാറും ഒക്കെ വെച്ച് ബന്ധപ്പെടാൻ എനിക്ക് വശമില്ല. എനിക്ക് വശമുണ്ട്. നിന്നെ പോലെ അമ്മായിയപ്പനെ അമ്മായിയമ്മ ഉദ്ധരിച്ചിട്ടല്ല ഞാൻ താരയുമായി ബന്ധപ്പെടുന്നത്. എന്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരുത്തന്നെ എന്നെ ഉദ്ധരിക്കാൻ വേണ്ട. നന്ദാ, അളിയാ, നന്ദാ, ഈ കോളനിയല്ലേ പല ആൾക്കാരാ. നന്ദന്റെ വരവും പോക്കും ഒക്കെ വൈകുന്നേരങ്ങളിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കും. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മുഷിയുമ്പോ ദേവി ഒന്ന് കാണണമെന്ന് സംസാരിക്കണമെന്നൊക്കെ തോന്നും. കഴിയുന്നതും അത് ഒഴിവാക്കുക. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി സംഘടിപ്പിക്കുക. ഇവിടെ ഈ പാരലൽ കോളേജൊക്കെ ഇല്ലേ? എനിക്ക് പഠിപ്പിക്കുന്നതിൽ താല്പര്യമില്ല സർ. വേറെന്ത് ജോലിയാവാം? വേറെന്ത് ജോലിയാ?